ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ താക്കുന്ന ഇനി ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഉള്ളി നമുക്ക് കുറച്ച് പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിയും കുറച്ച് ഉഴുന്നൊക്കെ കിട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് സോൾജർ പുഴുക്കളൊക്കെ നമുക്ക് ഇടാം. പക്ഷേ നല്ലതായതുകൊണ്ട് ഞാൻ കോഴികൾക്ക് കൊടുത്തെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വേണമെങ്കിൽ കളക്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് BSF ലാർവേന ഉണ്ടാക്കുന്നവർക്കൊക്കെ എളുപ്പമായിരിക്കും, വേസ്റ്റൊക്കെ കിട്ടാനും കമ്പോസ്റ്റ് ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉള്ളി വെച്ചിട്ട് നമ്മൾ കോഴിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് കോഴികൾക്കൊക്കെ നല്ലതാണ് ഉള്ളി. അതേപോലെ തന്നെയാണ് നമുക്കും കഴിക്കുന്നത് കേട്ടോ. ഈ ചൂടത്ത് ഉള്ളിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കോഴികൾക്ക് തീറ്റ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ഇനി നാടൻ കോഴികളാണെങ്കിലും അവർക്കും നമ്മൾ രാവിലെയും വൈകുന്നേരം എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം. നമ്മൾ അയച്ചു വിട്ട് വളർത്തുന്നതാണെങ്കിൽ കൂടിയിട്ട് അവർക്ക് രാവിലെയും വൈകുന്നേരം എന്തെങ്കിലും ഭക്ഷണം നിർബന്ധമാണ് കൊടുക്കണം എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കേട്ടോ, കോഴിക്കുഞ്ഞിന് ഞാൻ വലൻ്റെ ഉള്ളിൽ ആക്കിയിട്ടതാണ്. അപ്പോൾ നമ്മൾ ഗോതമ്പ് അല്ലെങ്കിൽ നമ്മൾ എന്ത് തീറ്റ കൊടുത്താലും നമ്മൾ വെള്ളത്തിൻ്റെ അംശമുള്ള തീറ്റ കൊടുക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ അവർക്ക് എന്താ പറയുക, വെള്ളത്തിൻ്റെ ആ ഒരു ചൂടിൻ്റെ ഒരു അളവ് കുറഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഉള്ളീൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉഴുന്നും കൂടി ഉണ്ടായിരുന്നു. അത് നല്ല ഉഴുന്നാണ് കേട്ടോ, നമ്മൾ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ കോഴികൾക്കൊക്കെ അതേപോലെ കുറച്ച് പയർവർഗ്ഗങ്ങളൊക്കെ നമുക്ക് കുറച്ച് ചീത്ത ആയതൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, നല്ലത് നോക്കിയിട്ട് നമ്മൾ കുറച്ച് ഇതേപോലെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് നമ്മൾ തീറ്റയ്ക്കകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോയും കൂടി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത് നമ്മളെ എല്ലാ തീറ്റയും കൂടി ഒരുമിച്ച് ഞാൻ കൊടുത്തിട്ടില്ല, നമുക്ക് ഇത് ഒരുപാടുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ ഓരോ ദിവസവും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഉഴുന്ന് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അപ്പോൾ നന്നായി കുതിർന്ന ഉഴുന്നാട്ടോ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് കോഴികൾക്ക് കുറച്ച് തീറ്റയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഉഴുന്നെന്ന് പറയുന്നത് നല്ലൊരു ഇതാണ്, പയർവർഗ്ഗത്തിൽപ്പെട്ട കോഴികൾക്കൊക്കെ നല്ല പ്രോട്ടീനൊക്കെ ഉള്ള സാധനം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് എന്തായാലും വാങ്ങുമ്പോൾ ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടിയതാട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഇതാക്കുന്ന ഒരു തീറ്റ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇത് നന്നായി കുതിർന്നത് കൊണ്ട് തന്നെ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് ഇതാക്കുന്ന ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അരഞ്ഞതുപോലത്തെ നമ്മളെ തീറ്റയിൽ ഒന്ന് കുഴഞ്ഞ് കിട്ടില്ല, അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ഒരു അധികമല്ല, ഒരു ജസ്റ്റ് ഒന്ന് കറക്കി ഇങ്ങനെ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് പൊടിഞ്ഞ് കിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടിയിട്ട് ഞാൻ ഒന്ന് മിക്സിയിലിട്ടുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മളെ കോഴികളൊക്കെ ഇത് വെറുതെ കൊത്തി തിന്നുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് തീറ്റ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് തീറ്റ ഉള്ളായിരുന്നു, കുറച്ച് അത് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുള്ളത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലെയർ മാഷ് ആട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് തവിടും കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. 2-3 സൈസ് തവിടായിട്ടുള്ളത്, നമ്മൾ കുറച്ച് തവിടും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കയ്യിൽ ഇനി വേറെ എന്തെങ്കിലും തീറ്റയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇലയാണെങ്കിലും വേണ്ടില്ല, നമുക്ക് ഇതിലേക്ക് കുഴച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഗ്രോവറാട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ തീറ്റ കുറവായതുകൊണ്ടാണ്. അപ്പോൾ ഞാനിതാ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ ഉഴുന്നിലുള്ള ആ വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ ഉഴുന്നിൽ തന്നെ ഉണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് തീറ്റയൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആ ഉഴുന്നും കൂടി ആ തവിടിലേക്കൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ എന്താ പറയുക, ഒന്ന് ഇങ്ങനെ കൈ കൊണ്ട് കുഴയ്ക്കുമ്പം നന്നായിട്ടൊന്ന് ഇതായി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ തീറ്റയൊക്കെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കോഴികൾക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഉഴുന്ന് എടുത്തിട്ട് നമ്മളെ കോഴികൾക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ കഴിക്കുന്നുണ്ട്. ഞാനിത് തീറ്റേൻ്റെ അപ്പുറം പൊടിച്ചൊക്കെ തീറ്റേൻ്റെ കൂടെ വെക്കുക എന്നല്ലാതെ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാടുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ചൂടുമല്ലേ, അപ്പോൾ നമുക്ക് തീറ്റ ചിലവും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് തീറ്റ ചിലവും കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാക്കുന്ന കോഴി നമ്മളെ ഉഴുന്ന് തന്നെ അല്ലാതെ തന്നെ കൊത്തി കഴിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് പുറത്തുനിന്നൊക്കെ കടയിൽ നിന്നൊക്കെ നമുക്ക് ഇതേപോലെയൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മളെ കോഴികൾക്ക് കൊടുക്കാനും അതേപോലെ തന്നെ തീറ്റ ചിലവൊക്കെ കുറയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ അറിയുന്ന ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ കോഴികളെ വളർത്തുന്നത് കൊണ്ട്. പിന്നെ നാടൻ കോഴികളായതുകൊണ്ട് തന്നെ നമ്മൾ അയച്ചിട്ട് വളർത്തുകൊണ്ട് കുറേയൊക്കെ തീറ്റ നമുക്ക് അങ്ങനെ ലാഭിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ കൂട്ടിൽ തന്നെ ഇട്ട് വളർത്തുകയാണെങ്കിലാണ് തീറ്റയ്ക്കൊക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ വലിയ പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.